വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. തിരക്കുള്ള പട്ടണത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം പോക്കറ്റടി സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് നാം ഏറെ സൂക്ഷിക്കേണ്ടത് വ്യാജന്മാരെയാണ്. എല്ലാ മേഖലയിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആത്മീയ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുന്നവർ ചുറ്റുവട്ടങ്ങളിലൊക്കെ ആടിൻ്റെ വേഷമണിഞ്ഞ ചെന്നായ്ക്കളെന്ന് തന്നെയാണ് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, തിരിച്ചറിവിൻ്റെ മക്കളാകുവാൻ, പക്വതയുടെയും പാകതയുടെയും ജീവിതങ്ങളാകുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്നാവട്ടെ നിന്റെ പ്രാർത്ഥന. നാമും ചെറുപ്പകാലം മുതൽ പാരമ്പര്യങ്ങൾ വഴി, കൂതാശകൾ വഴി, പ്രാർത്ഥന വഴി, ധ്യാനം വഴിയൊക്കെ ഒരുപാട് നന്മ നേടിയെടുത്തവരൊക്കെയാണ്. ഇന്ന് നാം സ്വീകരിച്ച നന്മകളൊക്കെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ എവിടെയെങ്കിലുമൊക്കെ നാമും കപടതയുടെ പൊയ്മുഖങ്ങളൊക്കെ അണിയുന്നുണ്ടോ എന്ന് ചോദിച്ച് തിരുത്തുവാൻ പരിശ്രമിക്കാം. ഓരോ ദിനവും ഒരു വലിയ ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ. തിരികെ എത്തുവാനുള്ള ഒരവസരം നമ്മളെ കാത്തിരിക്കുന്നൊരു ഈശോയുണ്ട്. നിന്റെ കാപട്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയോട് ചേരാൻ. കാപട്യം ഈശോ ഏറ്റവും വെറുക്കുന്ന ഒരു കുറവാണ്. ഈ കുറവിനെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമുക്ക് നിറവാക്കി മാറ്റാം. കപടതയുടെയും വഞ്ചനയുടെയും ഒക്കെ ലോകത്ത് നിന്ന് നന്മയുടെ ലോകത്തിലേക്ക് നമ്മളെയൊക്കെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചിന്താഗതി കൊണ്ടോ മനോഭാവം കൊണ്ടോ എവിടെങ്കിലുമൊക്കെ കാപട്യത്തിൻ്റെ ഭാവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, വ്യാജന്മാരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊക്കെ അല്ലെങ്കിലും അറിയാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാമും ഈ പറയപ്പെടുന്ന വ്യാജന്മാരെ പോലെയൊക്കെ ആയി കാണും. അകവും പുറവും ഒരുപോലെ ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാൻ പുറത്ത് കാണിക്കുന്ന ഈ പുഞ്ചിരി ഉള്ളിൻ്റെ ഒരു നിറമായിട്ട് മാറട്ടെ. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരെന്നെ സ്നേഹം അനുഭവിക്കുന്ന ഒരിടമാക്കി മാറണം. ഞാൻ കൂടപ്പുറപ്പാട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അത് അനുഭവിക്കുവാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടാവണം. സ്വാർത്ഥമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ പലപ്പോഴും എൻ്റെ പ്രിയ സുഹൃത്തെ നമ്മൾ ആൾക്കാരെ തേടി പോകാറുള്ളൂ. ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും എവിടെങ്കിലുമൊക്കെ നമുക്കും ഉണ്ടാവാം പാളിച്ചകൾ. വരും ദിവസങ്ങളൊക്കെ ഒരു നന്മയുടെ ദിവസമാക്കി മാറ്റിക്കൊണ്ട് തിരുത്താം. ഈശോ ഓർമ്മിപ്പിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് നമ്മോട് ചോദിക്കാം. ഞാനും ഈ ഗണത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കട്ടെ. വരും ദിനങ്ങളും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.